Dear students, everybody is very careful about their personality or personal grooming. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമായ വളർച്ച ആ വളർച്ച സ്വായത്തമാക്കണമെങ്കിൽ, നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലെ സംസ്കാരം, കൾച്ചർ മനസ്സിലാക്കുക. ഈ സംസ്കാരം, കൾച്ചർ, അതനുസരിച്ചാണ് നമ്മുടെ വേഷവിധാനം, ഡ്രസ്സിംഗ് സ്റ്റൈൽ, ഫുഡ് സ്റ്റൈൽ, ലൈഫ് സ്റ്റൈൽ ഒക്കെ. അപ്പോ ഇവിടെ റോഷൻ എന്ന ഒരു കഥാപാത്രത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ റോഷൻ വീട്ടില് ഒരു യാത്രയ്ക്ക് പോകാനുള്ള തിരക്കിലാണ്. അപ്പനും അമ്മയും കൂടി പറഞ്ഞു, നമ്മുടെ ഒരു റിലേറ്റീവ് പെട്ട ഒരാള് മരിച്ചുപോയി. അപ്പോൾ ഈ മരിച്ച ആ വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന് ആദരവർപ്പിക്കാൻ പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാവരും. അപ്പൊ റോഷനോട് പറഞ്ഞു, റോഷ, നീ ഡ്രസ്സൊക്കെ മാറി നമുക്ക് ഒരുമിച്ചൊന്ന് പോകാം. റോഷൻ തന്റെ ഡ്രസ്സൊക്കെ മാറി, ഡ്രസ്സ് പുതുതായിട്ടിട്ടു. എന്താന്ന് ഡ്രസ്സ് ഇട്ടെന്നോ? ഡ്രസ്സ് നല്ല കറുത്ത ബനീൻ. ആ ബനീനയില് നല്ല വേഡിങ്സ് ഒക്കെ ഉണ്ട്, നല്ല കൊട്ടേഷൻ ഒക്കെ. അതിനുശേഷമോ ഒരു ഷോർട്സ്. അപ്പൊ കറുത്ത ബനീനും ഷോർട്സും, പിന്നെ ഹെയർ സ്റ്റൈല് നല്ല ജെല്ലൊക്കെ പൂശി, നല്ല എന്താ പറയുന്ന സ്പൈക്ക് സ്റ്റൈലിൽ അദ്ദേഹം റെഡിയായി. അപ്പൊ അമ്മ ഇത് കണ്ടുകൊണ്ട്, ഇത് എന്താ കോലമാമോനെ എന്ന് ചോദിച്ചു. അപ്പൊ അവനത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവന്റെ രീതിയിൽ അങ്ങ് പോയി. പക്ഷേ ഈ മരിച്ച വീട്ടിൽ ചെന്നപ്പോൾ, മരിച്ച വീട്ടിലെ ബന്ധുമിത്രാദികളും എല്ലാവരും ഇവന്റെ ഈ വേഷം കണ്ടുകൊണ്ട്, ഇവന്റെ ഈ തലയുടെ സ്റ്റൈല് കണ്ടുകൊണ്ട് എല്ലാവരും ഇവനെ തന്നെ നോക്കിയിരിക്കുക. അപ്പൊ റോഷൻ ആകപ്പാടെ ഷെയിമായി പോയി. കാരണം താൻ വന്നിരിക്കുന്നത് ഒരു മരിച്ചയാളുടെ വീട്ടിൽ ആ വ്യക്തിക്ക് ആദരവ് അർപ്പിക്കാനാണ് എന്നുള്ള ബോധ്യം വെടിഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു ബീച്ചിൽ പോകുന്ന സ്റ്റൈലിൽ, ഒരു ബീച്ചിൽ എങ്ങനെയാണ് ഒരു വ്യക്തി പോവുക, ആ രീതിയിൽ ബീച്ച് ഡ്രസ്സിംഗ് സ്റ്റൈലിലാണ് ഒരു മരിച്ച വീട്ടിൽ പോയത്. ഇതിലെന്താ തോന്നുന്നത്? അതായത് ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ധരിക്കേണ്ട ഒരു ഡ്രസ് സ്റ്റൈലുണ്ട്, ഈ ഒരു ഡ്രസ് കോഡുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിലെ ചില കൺസെപ്റ്റുകളുണ്ട്. ദാറ്റ് കമ്മ്യൂണിറ്റി ലുക്സ് അസ്. We should also bothered about the community or the people around us. We cannot negate the community or the people around us, so that whatever we are doing, whether it is dressing style or lifestyle or any style, you should consider the community or the society where you live. So here what happened to Roshan dressed like while he is going to a beach, but that is not a dressing style while you are going to visit a house where a person is dead. Okay, so here in this chapter we are going to discuss regarding the way of behavior, the good manner or the dress code where we are living. So here come to the next, here in this chapter number 3. Everybody want to read carefully this passage of Roshan, then come to the new clothes. You may heard about the emperor's new clothes. രാജാവിന്റെ പുതിയ ഒരു ഡ്രസ്സിനെ കുറിച്ച്, തുണിയെ കുറിച്ച് നിങ്ങൾ ചിലപ്പോഴൊക്കെ ഒരു കഥയിൽ കേട്ടിരിക്കും. അതായത് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവ് വളരെ വേഷഭൂഷാദികളൊക്കെ അണിയാനും വളരെ പ്രൗഢിയോടുകൂടി ജീവിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു രാജാവാണ്. ജനങ്ങൾ എങ്ങനെ ജീവിച്ചാലും തന്റെ വേഷഭൂഷാദികളും
തൻ്റെ ജീവിതത്തിൽ വലിയ പ്രൗഢിയോടുകൂടി ജീവിക്കുവാനൊക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന രാജാവാണ്. ആ രാജാവിന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ഡ്രസ്സുകൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ധരിച്ചുകൊണ്ടിരിക്കുക, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ സ്റ്റൈലുകൾ അണിഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കറിയാലോ, തമിഴ്നാട്ടിലെ മരിച്ചുപോയ ചീഫ് മിനിസ്റ്റർ പുഴൈച്ചി തലൈവി അല്ലേ, ജയലളിതയുടെ വസ്ത്രശേഖരത്തില് നമ്മൾ അന്ന് മാധ്യമങ്ങളിൽ കണ്ടതാ. ജയലളിത മരിച്ചപ്പോൾ ജയലളിതയുടെ വസ്ത്രശേഖരത്തിൽ 10,000-കണക്കിന് സാരികളും 10,000-കണക്കിന് ചെരുപ്പുകളും കോസ്റ്റ്യൂംസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതിൽ ചില ഡ്രസ്സുകൾ ഇതുവരെ ഇടാത്ത ഡ്രസ്സുകൾ വരെയുണ്ട്. സോ ലുക്ക്, ദിസ് ഈസ് വേ ഓഫ് ലിവിങ്. ആൻഡ് വാട്ട് ഹാപ്പൻ ടു ദിസ് കിങ്? ഈ രാജാവിന് സംഭവിച്ചു. രാജാവിന്റെ ഈ ശൈലി അറിഞ്ഞ രണ്ട് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾ രാജാവിന്റെ അടുത്തൊന്ന് പറഞ്ഞു, ഞങ്ങൾ രാജാവിന് വേണ്ടി പുതിയൊരു ഡ്രസ്സ് ഉണ്ടാക്കാം. ഓ, രാജാവിന് വലിയ ഇൻട്രസ്റ്റ് ആയി. എന്താ ആ ഡ്രസ്സിന്റെ പ്രത്യേകത? രാജാവ് അണിയുന്ന ഡ്രസ്സ് രാജാവിനെ പോലെ അത്രയേറെ ആ ഒരു സ്റ്റാറ്റസ് ഉള്ളവർക്ക് മാത്രമേ അതിന്റെ ആ ഒരു പ്രൗഢി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രാജാവിന്റെ അത്രയും പ്രൗഢിയും ആ ഒരു ബമ്പാർഡ്നെസ് അതൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഡ്രസ്സ് കാണാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് ആർക്ക് ഈ ഡ്രസ്സ് കാണാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതിയിലെ ഒരു ഡ്രസ്സാണ് ഈ രാജാവിന് വേണ്ടി ഇവർ തയ്ക്കാമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ രാജാവിന് വേണ്ടി പുതിയ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വന്നു. എന്ത് ഡ്രസ്സായിരുന്നു അത്? ട്രാൻസ്പെറന്റ് ആയിരുന്നു. രാജാവ് ചിന്തിച്ചത്, താൻ ഈ ഡ്രസ്സ് ധരിക്കുമ്പോൾ അത് എന്റെ അത്രയേറെ നല്ല പ്രൗഢിയുള്ള വ്യക്തികൾക്ക് മാത്രം അത് നല്ല രീതിയിൽ കാണാൻ പറ്റൂ എന്നുള്ളതാ. പക്ഷേ ആക്ച്വൽ സിറ്റുവേഷൻ എന്തായിരുന്നു? സുതാര്യമായ നൈസ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇവര് തയ്ച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് രാജാവ് ആ ഡ്രസ്സ് ഇട്ട് ഒരു ഘോഷയാത്ര നടത്തുകയാണ്. ഈ ഘോഷയാത്ര നടത്തിയപ്പോൾ എല്ലാവരും എന്താ പറയേണ്ടത് എന്ന് ഓർത്തിരിക്കുക. കാരണം രാജാവ് തന്റെ എല്ലാം കാണാമായിരുന്നു. ഡ്രസ്സ് ധരിച്ചെങ്കിലും ചുമ്മാ എന്തൊക്കെയോ വാരി അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി എല്ലാ കാര്യങ്ങളും കാണാമായിരുന്നു. ഇത് ആരും പറഞ്ഞില്ല. പക്ഷേ ആ രാജകൊട്ടാരത്തില് ഈ ഫാഷൻ പരേഡ്, രാജാവിന്റെ ഈ ഫാഷൻ പരേഡ് ഇല്ലേ, ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഒരു കുട്ടി, ഒരു കൊച്ചു ബാലൻ, ഒരു ബോയ് വിളിച്ചു പറഞ്ഞു, "ദ കിങ് ഈസ് നേക്കഡ്." രാജാവ് നഗ്നനാണെന്ന് തുറന്നു പറയാനായിട്ട് ഈ കുട്ടിക്ക് സാധിച്ചു. കാരണം ആ കുട്ടിയുടെ മനസ്സിൽ കളങ്കമില്ല, നിഷ്കളങ്കതയില്ല. യഥാർത്ഥത്തിൽ കണ്ടത് ആ കുട്ടി രാജാവിനോട് വിളിച്ചു പറഞ്ഞു, "ദ കിങ് ഈസ്, ദ എംപറർ ഈസ് നേക്കഡ്" എന്ന്. ഇതെന്താ ഇതിന്റെ അർത്ഥമാക്കുന്നത്? നമ്മൾ ഓർക്കുക, നാം എല്ലാം തന്നെ ഒരു ഫാഷൻ കോൺഷ്യൻസിന് അടിമയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ഫാഷൻ കോൺഷ്യസ്നെസ് ഉണ്ട്. ബട്ട് a recent survey shows that 76% think that it is very important to attractive in appearances, and that the best way to impress among others and fit in the friend circle is to follow the latest fashion style and trends. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല രീതിയിൽ ഒന്ന് ചമയാൻ എന്ന് വേണമെങ്കിൽ പറയാം, മറ്റുള്ളവർക്ക് ഇംപ്രഷൻ കൊടുക്കാൻ, മറ്റുള്ളവരെ എന്നെ ഒന്ന് നോക്കാൻ ആണോ നാം ഡ്രസ് ധരിക്കുന്നത്? 76% അങ്ങനെയാ ചിന്തിക്കുന്നത്. ഞാൻ ഡ്രസ് ധരിക്കുമ്പോൾ മറ്റുള്ളവരെ എന്നെ ഒന്ന് കാണണം, മറ്റുള്ളവരെ എന്നെ ഒന്ന് നോക്കണം. ഡു വി തിങ്ക് ലൈക്ക് ദാറ്റ്? why we are wearing the dress? Is it the way to show is it the way to show our proudness? So, my dear students, here we can say some people here also is
wearing dress in order to show others, wearing jewelry in order to show others, and also all the accessories is wearing in order to attract others. But we should realize a reality. What is the reality? What is our potential? എനിക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്കേ അറിയാവുള്ളൂ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നാം ഈ ആഭരണങ്ങൾ, ജുവല്ലറിയും ക്ലോത്ത്സ് ഒക്കെ ഇടുന്നത്. ഞാൻ നല്ല വീട്ടിലെ ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു സ്റ്റാറ്റസ് ഉള്ള വീട്ടിലെ ആളാണെന്ന് അറിയിക്കാൻ നമ്മുടെ ഡ്രസ് സ്റ്റൈലും നമ്മൾ ഇട്ടിരിക്കുന്ന ആഭരണങ്ങളും ഒക്കെ ആണോ? ഇന്ന് ചിലപ്പോഴൊക്കെ അങ്ങനെ ആയിരിക്കാം മറ്റുള്ളവർ നമ്മളെ കണക്കാക്കുക. പക്ഷേ ഡു വി തിങ്ക് whom we are? നമ്മൾ ആരാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സോ നീഡ് ടു ബി എ പാർട്ട് ഓഫ് ദ ക്രൗഡ് ബ്ലൈൻഡ്ലി. നമ്മളൊരു സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. കണ്ണടച്ച് നമ്മളങ്ങ് ചിന്തിച്ചിരിക്കും, നമ്മൾ ആ സമൂഹത്തിന്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്ന രീതിയിൽ. അതായത് സെലിബ്രിറ്റി സ്റ്റൈൽ, ഈ ഫിലിം സ്റ്റാർസ്, ക്രിക്കറ്റ് സ്റ്റാർസ്, സ്പോർട്സ് സ്റ്റാർ, ഇവരുടെയൊക്കെ ആഭരണങ്ങളും ഇവരുടെയൊക്കെ വസ്ത്രധാരണവും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുക. സോ വാട്ട് വി ആർ ഡൂയിങ്, വി ആർ ഇമിറ്റേറ്റിംഗ് ദ സെലിബ്രിറ്റി സ്റ്റൈൽ ആൻഡ് വി ആർ നോട്ട് അറ്റ് ഓൾ ബോതേർഡ് അബൌട്ട് ദ സ്റ്റാറ്റസ് കോ വി ആർ മെയിൻറ്റെയിനിങ്. What is the actual position we are holding? That we are not at all thinking. So, living in liberal culture. So, here there is in the king's story, we hardly realize that we too are being fooled by social media and celebrity shows. ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ സെലിബ്രിറ്റീസ്, റിയാലിറ്റി ഷോസ് ഒക്കെ ഉണ്ടല്ലോ, ഫാഷൻ പരേഡുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അട്രാക്ട് ചെയ്യിപ്പിക്കുകയാണ്. We are also fooled by these things. So today psychologists point out that all this is blind following. നമ്മൾ ഒരു അന്ധമായിട്ട് വിശ്വസിക്കുക ഈ കാര്യങ്ങളൊക്കെ. എക്സാജറേറ്റിംഗ് അവർ റിയൽ സെൽഫ്, നമുക്കുള്ളതിൽ കൂടുതലായിട്ട് പെരുപ്പിച്ച് കാണിക്കുകയാണ് നമ്മളത്. ആൻഡ് ക്രേവിംഗ് ഫോർ ഫോൾസ് വർക്ക് കം ഫ്രം അവർ ഡിസയർ ഫോർ സെൽഫ് വർഷിപ്പ്. ഇതെന്താ? നമ്മളെ തന്നെ ആരാധിക്കുന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് നാർസിസം. നാർസിസം, സെൽഫ് വർഷിപ്പ്. ആൻഡ് ദിസ് ഈസ് ഇൻ ടേൺ സ്പ്രിങ്സ് ഫ്രം അവർ ഇന്നർ സെൻസ് ഓഫ് inadequacy, a lack of willingness to accept ourselves. ഇത് എന്തിന്റെ സൂചനയാണ്? It is a lacking, it is what we are wearing or what we are showing in a very exaggerated way. The actually point is that we are not accepting ourselves. നാം നമ്മളെ തന്നെ അംഗീകരിക്കുന്നില്ല. നമ്മൾ എന്തൊക്കെയോ ആണെന്നുള്ള ചിന്ത മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ആക്ച്വലി വാട്ട് വി ആർ, നമ്മൾ ആക്ച്വലി എന്താ, അത് നമ്മൾ കൊടുക്കാതെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെയോ ആയി തീരുന്ന ഒരു അനുഭവത്തിലേക്കാണ് വരുന്നത്. സോ വാട്ട് വി വാണ്ട് ടു കൺക്ലൂഡ് ഫ്രം ദീസ് ഇവന്റ്സ്, ഇൻസിഡൻസ്, വി ഹാവ് ടു എംബ്രേസ് മോഡസ്റ്റി. ഒരു മിതത്വം പാലിക്കുക. എംബ്രേസ് മോഡസ്റ്റി. ഒരിക്കല് ഒരു ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സ്, അതായത് ഈ വാസ്തുവിദ്യകളും അതായത് കെട്ടിട നിർമ്മാണമൊക്കെ നടത്തുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ അവരെ ഡിസ്കസ് ചെയ്യുകയാണ്. അവര് ഏൽപ്പിച്ചിരിക്കുന്ന പണി ഏറ്റവും മഹത്തരമായിട്ട് ചെയ്യണം. അതെന്താണ്? അവരുടെ ഒരു ഗ്രൂപ്പിന്, ഒരു ആർക്കിടെക്ട് ഗ്രൂപ്പ് ആരാധനാലയം പണിയാനായിട്ട് അവരെ ഏൽപ്പിക്കുമ്പോൾ അവരെന്തൊക്കെയാണ് ആരാധനാലയം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക? സോ നെക്സ്റ്റ്, കാസിനോസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. കാസിനോസ് ബിൽഡ് ചെയ്യുന്ന ആർക്കിടെക്ചറുണ്ട്. വർഷിപ്പ് സെന്റേഴ്സ് ബിൽഡ് ചെയ്യുന്ന ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. ഈ വർഷിപ്പ് സെന്റേഴ്സ് ബിൽഡ് ചെയ്യുന്ന ആർക്കിടെക്ചേഴ്സ് ഈ ആരാധനാലയത്തിൽ വന്നിരിക്കുമ്പോൾ ആ ആളുകളുടെ ചിന്തകളെ ദൈവിക ചിന്തകളാക്കി മാറ്റിയെടുക്കുവാനുള്ള ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ആണ് അവർ ചെയ്യുക. അതാണ് ഈ പള്ളികളും അമ്പലങ്ങളൊക്കെ സ്തൂപങ്ങൾ ഇങ്ങനെ മുകളിലോട്ട് ഉള്ള ആ ഒരു സ്റ്റൈലിലേക്ക് അവര് പണിയുന്നത്. There are lot of structure, Byzantine structure, then Gothic style,
all these are different architect style in order to point out those who are entering in the church or the temples, their aspirations and also their memories. They have to raise to God. ദൈവത്തിങ്കിലേക്ക് അവരുടെ ചിന്തകളെ ഉയർത്താനുള്ള ഒരു പോയിന്ററായിട്ടാണ് ഈ ആരാധനാലയങ്ങളെ മാറുന്നത്. ആ രീതിയിലുള്ള സ്ട്രക്ചറാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു കാസിനോയിൽ പോകുന്ന എന്തിനാ? ഗാംബ്ലിംഗ് അല്ലേ? ഗാംബ്ലിംഗ്. സോ സം അതർ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ്. അങ്ങനെ കാസിനോ പണിയുന്ന ഒരു വ്യക്തി ആ കാസിനോയിൽ വരുന്ന ആളുകളെ അത്തരത്തിൽ അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. വാട്ട് വി ആർ സെയിങ് ദാറ്റ് ഹിയർ. So here we can see that the noble purpose of നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. We are the children of God. Here we have to embrace some modesty. അതിനാൽ there are some tips that could help us to embrace the quality of modesty in our appearances. നമ്മുടെ ഈ അപ്പിയറൻസസിൽ ഒരു മോഡസ്റ്റി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ there are some tips. First one, know and accept ourselves. നമ്മൾ നമ്മളെ തന്നെ അറിയുക, അംഗീകരിക്കുക. Understanding who we are, for what purpose we have been created, in the best way to know why we should present ourselves in a respectable way to others. Or once we discover ourselves who we really are, what we prefer, what suits our body, physics, and accept it, we would be able to live our real worth and beauty. നമ്മൾ നമ്മളെ തന്നെ അംഗീകരിച്ചാൽ നമ്മുടെ മൂല്യം എന്താണ്, നമ്മുടെ മനോഹാരിത എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ, accept oneself. Self acceptance is the first one. Second one, follow the golden mean. What is the golden mean? Virtue stands at the middle. It's a Latin proverb. പുണ്യം എന്നുള്ളത് മധ്യവർത്തിയായിട്ടാണ്, മിഡിൽ ആയിട്ടാണ്, ഒരു എക്സ്ട്രീം പൊസിഷൻ അല്ല. എക്സ്ട്രീം ആയിട്ട് മുകളിലേക്കും വേണ്ട, താഴേക്കും വേണ്ട, അത് മിഡിൽ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് വേണ്ടത്. മോഡറേറ്റ് പൊസിഷൻ we have to follow. Second one, we have to follow a moderate position. Third tip, realize it is a social responsibility. Respecting and valuing ourselves enables to respect others. So hence, having good sense in what is proper to wear at different occasions is a great way to celebrate our own self in its fullness. വിവിധ തരത്തിലുള്ള ഒക്കേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ ജീവിക്കണം, അതിന് നമ്മൾ സമൂഹവും കൂടി കൺസിഡർ ചെയ്യണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം, സാമൂഹികപരമായ ഒരു ഉത്തരവാദിത്വം വേണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. വാട്ട് ഇസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? ഇഫ് വി ആർ വെയറിംഗ് എ മാസ്ക്, നൗ വി ആർ വെയറിംഗ് എ മാസ്ക്, നോ ദിസ് മാസ്ക്. ഈ മാസ്ക്, പലതരത്തിലുള്ള മാസ്ക് ഇപ്പൊ കിട്ടും. ഈ മാസ്ക് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടതാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരു വലിയൊരു കോടീശ്വരൻ സ്വർണ്ണ മാസ്ക് ഉപയോഗിക്കുക. സ്വർണ്ണ മാസ്ക്. ലുക്ക്, വാട്ട് എ ഇൻഡീസൻസി ആൻഡ് ഓൾസോ ഫൂളിഷ്നെസ് ഇറ്റ്. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പാവങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതിരിക്കുമ്പോൾ ആ നാട്ടിൽ തന്നെ ഒരാൾ സ്വർണ്ണ മാസ്ക് ഇട്ടുണ്ട്. യു നോ ദ എമൗണ്ട് ഓഫ് ദ മൊബൈൽ ഫോൺ ഓഫ് നിത അംബാനി? 360 crores, 360 കോടി രൂപയുടെ മൊബൈൽ ഫോണാണ് നിത അംബാനി. നമ്മുടെ ഈ നാട്ടിൽ, രാജ്യത്ത് പാവങ്ങൾ എത്രയോ പേര് കഷ്ടപ്പെട്ട് കഴിയുന്നു, എത്രയോ പേര് കടക്കിണിയിലായി ആത്മഹത്യ ചെയ്യുന്നു. ആ ഒരു നാട്ടിൽ ഈ ഒരു വ്യക്തി 360 രൂപയുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച ഈസ് ഇറ്റ് മോഡറേറ്റ്? ഇറ്റ്സ് എ ഫൂളിഷ്നെസ്. ആൻഡ് ഓൾസോ റിയലൈസ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ആ വ്യക്തി ആ നാട്ടിൽ ജീവിക്കുമ്പോൾ ആ സമൂഹവുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ദി അതർ ആട്രിബ്യൂട്ട്സ്. സോ there are some other attributes. We should always follow some genre. Meekness, ശാന്തത. Then humility, എളിമ. Then simplicity, meekness, humility and simplicity. These are the three virtues we have to follow in order to follow this modesty. Then there are some other areas we want to follow the modesty. Modesty in communication. ആശയവിനിമയത്തിൽ ഒരു മോഡസ്റ്റി പാലിക്കണം. Prophet Muhammad once said, modesty is part of faith, and that part of faith must lie in the heart. വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് മിതത്വം എന്നുള്ളത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് മിതത്വം എന്നുള്ളത്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്, ഹൃദയത്തിലാണ് കിടക്കുന്നത്. When we communicate our humble heart, there is always a space left for others. മറ്റുള്ളവർക്കും കൂടി നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇടം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. So
Avoid self-praise and vain talk. And next point is that in behavior, first there are some other areas we have to follow the modesty in communication. Second one, in behavior and conduct. നമ്മുടെ പെരുമാറ്റത്തിൽ പ്രവൃത്തിയിലൊക്കെ ഈ ഒരു മോഡസ്റ്റി നമ്മൾ കീപ്പ് ചെയ്യണം. അബ്ദുൽ കലാം ഒരിക്കൽ ഒരു IIT-യിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് ചെന്നപ്പോൾ താൻ ഇരിക്കേണ്ട ആ സ്റ്റേജിൽ ഇട്ടിരിക്കുന്ന കസേര കണ്ട് ഞെട്ടി. കാരണം സാധാരണ എല്ലാവരും ഒരേ ടൈപ്പ് കസേരയിൽ ആണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ അബ്ദുൽ കലാമിന് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കസേര. സോ അബ്ദുൽ കലാം സർ, പ്ലീസ് റിമൂവ് ദാറ്റ് ചെയർ ആൻഡ് പുട്ട് ദ ചെയർ സെയിം ആസ് ദി അതർ ഗസ്റ്റ് സിറ്റിംഗ്. മറ്റുള്ള ആളുകൾ ഇരിക്കുന്ന ആ കസേരയിൽ അതേ രീതിയിലുള്ള കസേര അവിടെ ഇട്ടാൽ മതി. ഹൗ we can proud of Kalam, and also we can imitate the mentality of the Abdul Kalam. Then we also have to take a moderate position in the social media. Today practicing modesty is not only confined to other how dress, talk and behave, but also influence the use of technology through the social networking sites. നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നതിൽ ഒരു മോഡറേഷൻ വേണം. കാണുന്നതെല്ലാം കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യരുത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും നിങ്ങൾ ഒരു എന്താ പറയുന്നത് ഡ്രസ്സ് ചെയ്യുന്നതും അതോ ചിലപ്പോഴൊക്കെ ചുമ്മാ അഗ്ലി ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. പ്രൈവറ്റ് ചില പെൺകുട്ടികളൊക്കെ ചുമ്മാ ഒരു നോട്ടമില്ലാതെ ചുമ്മാ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. ഈ ഫോട്ടോ ലോകം മുഴുവനും ചെന്നെത്തുകയാണെന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ട്. നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിലൂടെ ചിലപ്പോഴൊക്കെ ചില കപ്പിൾസ്, ന്യൂലി വെഡഡ് കപ്പിൾസ്, അവരുടെ ആദ്യത്തെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. ആ ഫോട്ടോഷൂട്ടിലൊക്കെ ചുമ്മാ വെറുതെ ചുമ്മാ അഗ്ലി ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി വെരി പൂർ തിങ് ആൻഡ് ഓൾസോ ഷെയിം തിങ്. സോ വി ഓൾസോ ഹാവ് ടു ബി എ മോഡറേറ്റ് പൊസിഷൻ ഇൻ യൂസിങ് social media and uploading some of the photos and other matters. Here we can say one incident of our boxing champion Muhammad Ali. ബോക്സിംഗ് ചാമ്പ്യനായ മുഹമ്മദ് അലി ഒരിക്കലൊരു സംഭവം ഇരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകളാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ മുഹമ്മദ് അലി താമസിക്കുന്ന വീട്ടിലേക്ക് ഈ മുഹമ്മദ് അലിയുടെ മകള് ഒരു കടന്നു വരുന്നു. അതോടൊപ്പം കടന്നു വന്നപ്പോൾ മുഹമ്മദ് അലി സ്വാഭാവികമായിട്ടും ആ മകളെ ഒന്ന് അമേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, വണ്ടടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വാതിലിന്റെ സൈഡിൽ ഒളിച്ചിരുന്നു. എന്നിട്ട് ആ മകള് കയറി വന്നപ്പോൾ കെട്ടിപ്പിടിച്ചു. അവർ തമ്മിൽ പരസ്പരമുള്ള ഹഗ്ഗിംഗ് ഒക്കെ നടത്തി. അതിനുശേഷം മുഹമ്മദ് അലി ഈ മകളെ ഒന്ന് നോക്കി. ഈ മകള് ധരിച്ചിരിക്കുന്ന ഡ്രസ് സ്റ്റൈല് അത് മുഹമ്മദ് അലിയെ ചൊടിപ്പിച്ചു. get furious. But he did not express his furiousness. At the same time, he called her daughter near to his lap and talked something personally. ഈ മുഹമ്മദ് അലി തന്റെ മകളോട് നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മകളെ, നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ സ്റ്റൈലിൻ എന്തൊക്കെയാ, അതിനെപ്പറ്റി വിവരിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് അലി ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാവോ? മുഹമ്മദ് അലി പറയുകയാണ്, മോൾക്കറിയാവോ, ഫ്രം വേർ വി ഗെറ്റ് ഡയമണ്ട്സ്, ഏറ്റവും വിലയുള്ള, ഭൂമിയിൽ വിലയുള്ള ഏറ്റവും വലിയ ഡയമണ്ട്സ്, ഫ്രം വേർ വി ഗെറ്റ്, ഡീപ് ഡൗൺ അറ്റ് ദ ഗ്രൗണ്ട്, ഭൂമിയുടെ ഏറ്റവും അന്തർഭാഗത്തു നിന്നാണ് ഈ ഡയമണ്ട് ഒഴിച്ചെടുക്കുന്നത്. ദെൻ ഫ്രം വേർ വി ഗെറ്റ് ദ പേൾസ്, മുത്തുകൾ എവിടുന്ന കിട്ടുക? ഡീപ് ഡൗൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഓഷ്യൻ, കവേർഡ് അപ്പ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബ്യൂട്ടിഫുൾ ഷെൽ. ദെൻ വേർ ഡു ഗെറ്റ് ദ ഗോൾഡ്, സ്വർണ്ണം എവിടെ കിട്ടും? വേ ഡൗൺ ഇൻ ദ മൈൻ, ഒത്തിരിയേറെ കുഴിച്ച് ഖനനം ചെയ്ത ശേഷമാണ് സ്വർണം കിട്ടുക. ഓൾ ദീസ് ആർ ദ പ്രഷ്യസ് തിങ് ഇൻ ദ വേൾഡ്, ലോകത്തിൽ ഇതൊക്കെ വലിയ മൂല്യമുള്ളതാണ്. യു ഹാവ് ഗോട്ട് എ വർക്ക് ടു ഹാർഡ് ടു സിം. ഹി ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് സെഡ്, യുവർ ബോഡി ഈസ് സീക്രട്ട്, നിന്റെ ശരീരം പരിശുദ്ധമാണ്. സോ ഹി ലുക്ക്ഡ് അറ്റ് ദ ബോഡീസ്, യു ആർ ഫാർ മോർ പ്രഷ്യസ് ദാൻ ഡയമണ്ട്, നീ ഡയമണ്ടിനേക്കാളും ഈ മുത്തിനേക്കാളും ഒക്കെ നീ വിലയുള്ള വ്യക്തിയാണ്. അപ്പോൾ നിന്റെ ശരീരം പരിശുദ്ധമാണ്. ആ ശരീരം എത്രയേറെ മനോഹരമായിട്ട് കവർ ചെയ്യപ്പെടണം.
thus understanding our preciousness and being cautious on the way we present ourselves. നമ്മുടെ ശരീരത്തെ പറ്റി ഒരു അവബോധമുണ്ടെങ്കിൽ, അത് എത്രയോ പരിശുദ്ധമാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, ആ പരിശുദ്ധമായ ഈ ശരീരത്തെ നമ്മൾ മനോഹരമായിട്ട് കവർ ചെയ്തിരിക്കും. Look, my dear students, here we can say there are lot of students, there are lot of people, girls, boys, then gents, then youth people. Without aware about these things, they are just expose their body. അവരുടെ ശരീരത്തെ അവർ എക്സ്പോസ് ചെയ്യുക. But you should think about, you should see the sacredness of your body and cover all the parts of the body. Don't expose others. Don't expose your body to others. So here we can see the beautiful life of our. So look, come to this page number 26 and you can write down some how would you describe your personal style of dressing. നിങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ചില ഡ്രസ്സിംഗ് സ്റ്റൈൽ ഉണ്ട്. ആ ഡ്രസ്സിംഗ് സ്റ്റൈൽ നിങ്ങൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഡ്രസ്സിംഗ് സ്റ്റൈലിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. You have to fill it in the 26th page. How would you describe your personal style of dressing? Next, keep the context of the occasion in mind. What would you wear to the following events? ഈ താഴെ പറയുന്ന ഇവന്റുകളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ഡ്രസ്സായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുക? വെഡിങ്, സ്കൂൾ പിക്നിക്, റിലീജിയസ് പ്ലേസ് ഓഫ് വർഷിപ്പ്, ഫ്യൂണറൽ, ഫാമിലി ഔട്ടിംഗ്, മൂവി വിത്ത് ഫ്രണ്ട്സ്. ഒരു കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, ഒരു സ്കൂൾ പിക്നിക്കിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, റിലീജിയസ് പ്ലേസ് ഓഫ് വർഷിപ്പ്, ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അമ്പലത്തില്, പള്ളിയില്, മോസ്കിലൊക്കെ പോകുന്ന കുട്ടികളാണ്. നിങ്ങൾ പോകുന്ന ഈ സ്ഥലങ്ങളിൽ ആ സ്ഥലത്തിന്റെ പരിശുദ്ധി, ഹോളിനെസ് മാനിച്ചുകൊണ്ടാണോ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നത്? പലപ്പോഴും എന്തൊക്കെയോ വേഷം കെട്ടിക്കൊണ്ട് ആരാധനാലയം കടന്നു വരുന്നു. ആ ആരാധനാലയത്തിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും കയറി വരുന്നത്. Don't follow it. Don't imitate the celebrity style. So you have to write down this. Then looking at the list of you have written about, what do you think are the key factors that dictate the ways of dress? നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈലില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടത്? You should think it and you should act what is the new thing, and also you should be very careful about the social responsibility, and you should be think about you are sacred, your body is sacred. Thank you.